അസ്സലാമലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ള് കാണുക. അപ്പോൾ ഞാൻ ജെമിനിയോട് ചോദിക്കാൻ പോവുകയാണ്, കേരളത്തിൻ്റെ വരുമാനം എന്തൊക്കെ, എന്തുകൊണ്ട് കേരളം വലിയ രീതിയിൽ സമ്പത്തുള്ള ഒരു സംസ്ഥാനമായി മാറാത്തത് എന്നുള്ളത്. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പത്തുള്ള ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയാണ്, രണ്ടാമത്തത് തമിഴ്നാട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തമിഴ്നാട് രണ്ടാം സ്ഥാനത്താണ്. നമ്മൾ പലപ്പോഴും തമിഴന്മാരെ പുച്ഛിച്ച് കളയാറുണ്ട് ഇല്ലേ? അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് സമ്പത്തിൽ രണ്ടാമത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഫാക്ടറികളുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ല. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനിക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ജെമിനി, കേരള സർക്കാരുടെ വരുമാനം എന്താണ്? ഹാരിസ്, സോഷ്യൽ മീഡിയയിലൂടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന താങ്കൾക്ക് ഈ വിവരങ്ങൾ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. കേരള സർക്കാരിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളെ താഴെ പറയുന്ന രീതിയിൽ പ്രധാനമായും നാലായി തിരിക്കാം. 1. സംസ്ഥാനത്തിന്റെ സ്വന്തം നികുതി വരുമാനം, സ്റ്റേറ്റ്സ് ഓൺ ടാക്സ് റവന്യൂ. ഇതാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്ന ഏറ്റവും വലിയ വരുമാന സ്രോതസ്. അപ്പോൾ ഈ നികുതിയെ കുറിച്ച് പറയാനുള്ളത്, ഈ നികുതി നിങ്ങൾ വരുമാനം കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ കഷ്ടത്തിലാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സാധനം വാങ്ങാൻ പോലും വലിയ രീതിയിൽ നികുതി കൊടുക്കുന്നതുകൊണ്ട് അതിന് വില കൂടാൻ സാധ്യതയുണ്ട്. ഇതിൽ ഉൾപ്പെടുന്നത് സംസ്ഥാന GST, SGST, ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വിൽപ്പനയിലൂടെ ലഭിക്കുന്ന നികുതി, മദ്യത്തിൽ നിന്നുള്ള നികുതി, സ്റ്റേറ്റ് എക്സൈസ് ഡ്യൂട്ടി വഴി. പിന്നെ മദ്യത്തിലൂടെ നിങ്ങൾ വരുമാനം കണ്ടെത്തുമ്പോൾ തീർച്ചയായിട്ടും മദ്യം വഴിക്ക് ഒരുപാട് കുടുംബങ്ങൾ ദുരന്തങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. വിൽപ്പന നികുതി വഴിയും വലിയൊരു തുക ഇതിലൂടെ ലഭിക്കുന്നു. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി, പെട്രോൾ, ഡീസൽ എന്നിവയുടെ മേൽ സംസ്ഥാനം ചുമത്തുന്ന നികുതി, മുദ്രപത്രവും രജിസ്ട്രേഷനും, ഭൂമി ഇടപാടുകൾ, കരാറുകൾ എന്നിവയുടെ രജിസ്ട്രേഷൻ വഴി ലഭിക്കുന്ന പണം, വാഹന നികുതി, മോട്ടോർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ, റോഡ് ടാക്സ് എന്നിവ. 2. നികുതിയിതര വരുമാനം, നോൺ ടാക്സ് റവന്യൂ. നികുതിയല്ലാത്ത മാർഗങ്ങളിലൂടെ സർക്കാർ സമാഹരിക്കുന്ന തുകയാണിത്. ലോട്ടറി, കേരള സർക്കാരിന്റെ ലോട്ടറി വിൽപ്പനയിലൂടെ വലിയൊരു തുക ലഭിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ ഭൂരിഭാഗവും സമ്മാന തുകയായും കമ്മീഷനായും ചെലവാകുന്നു. ബാക്കിയുള്ള മിച്ചമാണ് സർക്കാരിലേക്ക് എത്തുന്നത്. വിവിധ ഫീസുകൾ, കോടതി ഫീസുകൾ, വിവിധ സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസ്. പിന്നെ ഈ ലോട്ടറിയെ സംബന്ധിച്ചോളം, ലോട്ടറി എടുക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വലിയ ഉപദ്രവങ്ങൾ ഉണ്ടാകും. കാരണം ആൾക്കാർ അടിക്കുന്നുള്ള പ്രതീക്ഷയിൽ ലക്ഷക്കണക്കിന് ടിക്കറ്റ് വിൽക്കുമ്പോൾ ഈ ആളുകൾ പ്രതീക്ഷയോടുകൂടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് അടിക്കാതാവുമ്പോൾ ചിലവർ നിറയെ ടിക്കറ്റൊക്കെ എടുക്കും. അന്നത്തെ ദിവസം ഒരു കൂലിപ്പണിക്കാരൻ കൂലിപ്പണി എടുത്തിട്ട് വന്നിട്ട് ശമ്പളം കൊണ്ട് ചിലപ്പോൾ ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു കുടുംബത്തിന് ദോഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വീട്ടുകാർ കഴിക്കുന്ന ഭക്ഷണം, കുട്ടികൾ കഴിക്കുന്ന മുട്ടായികളും എല്ലാം ഈ ലോട്ടറിക്ക് വേണ്ടിയിട്ട് ആളുകൾ കൊടുക്കാൻ സാധ്യതയുണ്ട്, ചിലവാക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇതിലൂടെ കേരള സർക്കാർ വരുമാനം കണ്ടെത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശപ്പെട്ട ഒരു കാര്യമാണ്. അത് ശരിയല്ലാത്തൊരു രീതിയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമുക്ക് അടുത്തത് നോക്കാം. പിഴകൾ, ഫൈൻസ്, വനവിഭവങ്ങൾ, മരം വെട്ടുന്നതിലൂടെയും മറ്റും വനം വകുപ്പ് വഴി ലഭിക്കുന്ന വരുമാനം. 3. കേന്ദ്ര വിഹിതം, സെൻട്രൽ ട്രാൻസ്ഫേഴ്സ്. നികുതി വിഹിതം, കേന്ദ്ര സർക്കാർ പിരിക്കുന്ന നികുതിയുടെ ഒരു നിശ്ചിത ശതമാനം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കും. ഗ്രാന്റുകൾ, വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാനായി കേന്ദ്രം നൽകുന്ന സഹായധനം. 4. കടമെടുപ്പ്, ബോറോയിങ്സ്. വരുമാനവും ചെലവും തമ്മിലുള്ള വ്യത്യാസം നികത്താൻ സർക്കാർ വിപണിയിൽ നിന്നും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും കടമെടുക്കാറുണ്ട്. ഇതും താൽക്കാലികമായി സർക്കാരിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ചുരുക്കത്തിൽ കേരളത്തിന്റെ വരുമാനത്തിൽ സിംഹഭാഗവും വരുന്നത് GST, മദ്യം, മുദ്രപത്രം, ലോട്ടറി എന്നിവയിൽ നിന്നാണ്. താങ്കളുടെ സോഷ്യൽ മീഡിയ പേജുകൾക്ക് വേണ്ടി ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു ഈ ലോട്ടറി, മദ്യപാനം, ഇതിലൂടെയൊക്കെ കേരള സർക്കാർ വരുമാനം കണ്ടെത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ദോഷമല്ലേ ഉണ്ടാകുന്നത്? ഹാരിസ്, താങ്കൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിലും കാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ വ്യക്തി എന്ന നിലയിലും സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ താങ്കൾക്ക് നേരിട്ടറിയാമല്ലോ. ലോട്ടറിയെയും മദ്യത്തെയും ആശ്രയിച്ചുള്ള ഈ വരുമാനത്തിന് സാമ്പത്തികവും സാമൂഹികവുമായ 2 വശങ്ങളുണ്ട്. 1. സാമൂഹിക പ്രത്യാഘാതങ്ങൾ, ദോഷവശങ്ങൾ. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിന് വലിയൊരു സാമൂഹിക വില നൽകേണ്ടി വരുന്നുണ്ട്. സാമ്പത്തിക തകർച്ച, മദ്യപാനവും ലോട്ടറി ഭ്രമവും പലപ്പോഴും ബാധിക്കുന്നത് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയുമാണ്. ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ നല്ലൊരു ഭാഗം ഇതിനായി ചെലവാക്കുന്നത് കുടുംബങ്ങളുടെ സാമ്പത്തിക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അടിത്തറ തകർക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ,
മദ്യപാനം മൂലമുണ്ടാകുന്ന രോഗങ്ങളും അത് ചികിത്സിക്കാൻ സാധാരണക്കാർക്കുണ്ടാകുന്ന ഭാരിച്ച ചെലവും വലിയൊരു പ്രതിസന്ധിയാണ്. കാരുണ്യ പ്രവർത്തനങ്ങളിലെ വൈരുദ്ധ്യം. ലോട്ടറിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സർക്കാർ പലപ്പോഴും കാരുണ്യ പദ്ധതികൾ, ഉദാഹരണത്തിന് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കാറുണ്ട്. എന്നാൽ ആ പണം വരുന്നത് ലോട്ടറി എടുക്കുന്ന പാവപ്പെട്ടവരിൽ നിന്ന് തന്നെയാണെന്നത് ഒരു വലിയ വൈരുദ്ധ്യമാണ്. 2. സർക്കാരിന്റെ നിലപാട്, ന്യായീകരണം. സർക്കാർ ഈ വരുമാനത്തെ നിലനിർത്തുന്നതിന് പറയുന്ന കാരണങ്ങൾ ഇവയാണ്. നിരോധനം പ്രായോഗികമല്ല. മദ്യം പൂർണ്ണമായി നിരോധിച്ചാൽ വ്യാജമദ്യത്തിന്റെ വ്യാപനത്തിനും ലഹരി മരുന്നുകളുടെ കടന്നുകയറ്റത്തിനും കാരണമായേക്കാം എന്ന ആശങ്ക സർക്കാരിനുണ്ട്. തൊഴിലവസരങ്ങൾ. ലോട്ടറി മേഖല ലക്ഷക്കണക്കിന് ആളുകൾക്ക്, പ്രത്യേകിച്ച് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും പ്രായമായവർക്കും തൊഴിൽ നൽകുന്നുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ. നികുതി വരുമാനത്തിൽ കുറവ് വരുമ്പോൾ അത് ശമ്പളം, പെൻഷൻ, മറ്റ് വികസന പ്രവർത്തനങ്ങൾ എന്നിവയെ ബാധിക്കും. മറ്റ് വ്യവസായങ്ങളിൽ നിന്നുള്ള വരുമാനം കുറവായതിനാൽ ഈ മേഖലകളെ സർക്കാർ എളുപ്പവഴിയായി കാണുന്നു. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, താങ്കളെ പോലെ സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ളവർക്ക് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ലോട്ടറി എന്നത് ഒരു ഭാഗ്യപരീക്ഷണം മാത്രമാണെന്നും അത് ഒരു വരുമാനം. അപ്പോൾ കേരള സർക്കാരിന് ഇനി എന്തുകൊണ്ട് പുതിയതായിട്ടുള്ള വരുമാന മാർഗം കണ്ടെത്താം? അത് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ജെമിനിക്ക് എങ്ങനെ കേരള സർക്കാർ ഉപദേശിക്കാൻ പറ്റും? എന്തൊക്കെ പറയണമെന്ന് ഇപ്പം പറയുന്നത് ജെമിനിക്ക് ഐഡിയ ഉണ്ടോ നോക്കാലോ. ഹാരിസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. മദ്യത്തെയും ലോട്ടറിയെയും മാത്രം ആശ്രയിക്കാതെ വരുമാനം കണ്ടെത്താൻ കേരളത്തിന് മുന്നിൽ നിരവധി സാധ്യതകളുണ്ട്. സാമ്പത്തിക വിദഗ്ധരും വിവിധ റിപ്പോർട്ടുകളും മുന്നോട്ട് വെക്കുന്ന ചില നിർദ്ദേശങ്ങൾ താഴെ നൽകുന്നു. എന്തൊക്കെയാണ്? 1. വിനോദസഞ്ചാര മേഖലയിലെ മാറ്റങ്ങൾ. ഹൈ വാല്യൂ ടൂറിസം. കേരളത്തിന് ഏറ്റവും വലിയ സാധ്യതയുള്ള മേഖലയാണിത്. നിലവിൽ വൻതോതിൽ വിനോദസഞ്ചാരികൾ വരുന്നുണ്ടെങ്കിലും അവരിൽ നിന്നുള്ള വരുമാനം കുറവാണ്. ഹെൽത്ത് ടൂറിസം. ആയുർവേദത്തെയും ആധുനിക ചികിത്സാ സൗകര്യങ്ങളെയും കോർത്തിണക്കി വിദേശികളെ ആകർഷിക്കുക. അഗ്രി ടൂറിസം. തോട്ടം മേഖലകളിൽ പ്ലാന്റേഷൻ സെക്ടർ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നതിനും വിനോദസഞ്ചാരികളെ താമസിപ്പിക്കുന്നതിനും കൂടുതൽ ഇളവുകൾ നൽകി വരുമാനം വർദ്ധിപ്പിക്കുക. 2. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പരിഷ്കരണം. നഷ്ടത്തിലോടുന്ന സർക്കാർ സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കാൻ ഔട്ട് ഓഫ് ബോക്സ് ചിന്തകൾ ആവശ്യമാണ്. ലിസ്റ്റിംഗ്. ലാഭത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിപണിയിൽ ഇറക്കി മൂലധനം സമാഹരിക്കുക. ആസ്തി ധനസമ്പാദനം. ആസറ്റ് മോണിറ്റൈസേഷൻ. ഉപയോഗിക്കാതെ കിടക്കുന്ന സർക്കാർ ഭൂമിയും കെട്ടിടങ്ങളും സ്വകാര്യ പങ്കാളിത്തത്തോടെ PP മോഡൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക. 3. വിവരസാങ്കേതിക വിദ്യയും സ്റ്റാർട്ടപ്പുകളും. IT മേഖലയിൽ കൊച്ചിയും തിരുവനന്തപുരവും വളരുന്നുണ്ടെങ്കിലും അയൽ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വരുമാനം കുറവാണ്. AI ആൻഡ് റോബോട്ടിക്സ്. പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളിൽ AI ബ്ലോക്ക് ചെയിൻ നിക്ഷേപം നടത്തുന്ന സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി IT കയറ്റുമതി വർദ്ധിപ്പിക്കുക. 4. നികുതി പിരിവ് കാര്യക്ഷമമാക്കുക. പുതിയ നികുതികൾ ചുമത്തുന്നതിനേക്കാൾ ഉള്ള നികുതി കൃത്യമായി പിരിച്ചെടുക്കുക എന്നതാണ് പ്രധാനം. GST ഇന്റലിജൻസ്. നികുതി വെട്ടിപ്പ് തടയാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. കുടിശ്ശിക പിരിവ്. വർഷങ്ങളായി കോടതികളിലും മറ്റും കെട്ടിക്കിടക്കുന്ന നികുതി കുടിശ്ശികകൾ തീർപ്പാക്കാൻ ആംനസ്റ്റി പദ്ധതികൾ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുക. 5. പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുക. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. കേരളം ഒരു ഉപഭോഗ സംസ്ഥാനം, കൺസംഷൻ ഇക്കോണമി എന്ന നിലയിൽ നിന്ന് ഉൽപാദന സംസ്ഥാനം, മാനുഫാക്ചറിംഗ് ഇക്കോണമിയായി മാറണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. നാളികേരം, റബ്ബർ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിൽക്കാതെ അവയിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുക. പ്രവാസി നിക്ഷേപം. പ്രവാസികളുടെ പണം കേവലം വീട് പണിയാനോ ബാങ്ക് നിക്ഷേപത്തിനോ മാത്രമായി പോകാതെ സംരംഭങ്ങളിൽ നിക്ഷേപിക്കാൻ പാകത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. എങ്ങനെ ഉപദേശിക്കാം? ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് ഇത്തരം വിഷയങ്ങൾ. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് AI പറയുന്ന പോലെ, ജെമിനി പറയുന്ന പോലെ വിശദമായിട്ടൊന്നും പറഞ്ഞു തരാൻ അറിയില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. കേരള സർക്കാരിന് ഇത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് കേരള സർക്കാരിന് ഒരുപാട് ഭൂമികളുണ്ട്. നമ്മുടെ അട്ടപ്പാടി, അതുപോലെ തന്നെ ഇടുക്കി, മുത്തങ്ങ, ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഭൂമികളുണ്ട്. ആ ഭൂമികളെല്ലാം വളരെ കൃത്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുത്തിട്ട് അവിടെ തന്നെ കൃഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മാർക്കറ്റുള്ളത് ഗോതമ്പാണ്. ഗോതമ്പ് നമുക്ക് കൂടുതൽ വിദേശങ്ങൾക്ക് തീർച്ചയായിട്ടും കയറ്റി വിടാൻ കഴിയും. കാരണം ഗോതമ്പിന് അത്രമാത്രം മാർക്കറ്റ് ലോകം മൊത്തം ഉണ്ട്. ഇംഗ്ലീഷുകാർ, അതായത് സായിപ്പന്മാർ ഉൾപ്പെടെ ഗോതമ്പാണ് കൂടുതലും ആശ്രയിക്കുന്നത്. മൈദയൊക്കെ വേസ്റ്റാണ്. മൈദ ഇങ്ങോട്ടേക്ക് തള്ളിയ വിടല്ല, അവരൊക്കെ അവിടുത്തെ ഗോതമ്പ് എടുത്തിട്ട്. അപ്പോൾ കൂടുതലും നമ്മൾ ഗോതമ്പ് ഉൽപ്പാദിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള കൃഷികൾ കൂടുതലും ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം,
സിറ്റികളിൽ ഇപ്പോൾ കൊച്ചി പോലുള്ള മെട്രോ സിറ്റി അതുപോലെ തന്നെ പല ജില്ലകളിലുണ്ട്. അവിടെയെല്ലാം ഗവൺമെൻറ് ഇഷ്ടംപോലെ ഭൂമികൾ പല സ്ഥലത്തിനും ഗ്യാപ്പുകളിൽ കിടക്കുന്നുണ്ട്. അവിടെയെല്ലാം ബിൽഡിങ്ങുകൾ കെട്ടിയിട്ട് അത് നല്ല രീതിയിൽ ഷോപ്പിംഗ് മാളോ എന്ത് പണിയും ആയിക്കോട്ടെ അതെല്ലാം വാടകയ്ക്ക് അങ്ങ് കൊടുക്കുക. വാടകയെല്ലാം നേരിട്ട് ഇവർ ആരാണവ അധികം ലാഭം തരുന്നത്, വാടക അധികം തരുന്നോ അവർക്ക് എന്ത് ചെയ്യുക, ഒരു ലേലം വഴിക്ക് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് വലിയ ചിലവില്ലാതെ, ഗവൺമെൻറ് വലിയ ചിലവില്ലാതെ വലിയൊരു എമൗണ്ട് ലാഭം വരും. കാരണം ഇത് ഒരു ജില്ലയിലല്ല, 14 ജില്ലകളിലും ഇത് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, ജനങ്ങൾക്ക് കൂടുതലും എന്തെങ്കിലും സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള മാർഗങ്ങൾ, അതിലൂടെ വലിയൊരു കമ്മീഷൻ. ഉദാഹരണത്തിന് ഇപ്പോൾ വലിയൊരു ഫാക്ടറി, ഇപ്പോൾ തമിഴ്നാട് എടുത്ത് നോക്കിയോ, തുണി അതുപോലെ തന്നെ പേപ്പർ, അങ്ങനെ പല ഫാക്ടറികളുണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫാക്ടറികൾ നമ്മുടെ നാട്ടിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഇതൊന്നും ചെയ്യാത്ത വർഷങ്ങളായിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഈ മദ്യപാനം, ടാക്സ്, അതുപോലെ തന്നെ ലോട്ടറി, KSRTC ബസ്, ഇതാണ് ഇവരുടെ ആകെയുള്ള വരുമാനം. ആ വരുമാനമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു, പെൻഷനും കൊടുക്കുന്നു, കഴിഞ്ഞ് പിന്നെ കേന്ദ്രത്തിൻ്റെ കൂടെ പോയിട്ട് കൈ നീട്ടുന്നത്. ഇതാണ് അവസ്ഥ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ പറഞ്ഞ കാര്യത്തോടു കൂടി നിങ്ങൾക്ക് യോജിപ്പുണ്ടെങ്കിൽ മറക്കാതെ കമൻറ്റിൽ പറയുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡിയ കേരള സർക്കാരിന് കമൻറ്റിലൂടെ എന്ത് വരുമാനം കൊണ്ടുവരാൻ പറ്റും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ പറഞ്ഞു കൊടുക്കുക.